ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഓണക്കോടി എടുക്കാൻ പോകാമെന്ന് കരുതി. ഇത്രയും ദിവസം വിഷ്ണുവിന് വർക്കും തിരക്കും കാരണം ഓണക്കോടി എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുട്ടിയും വിഷ്ണുവിനും കൂടി ഷോപ്പിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഓണക്കോടി എടുക്കാനാണ് പോയത്. മണ്ണാർക്കാടാണ് പോയത്. പുതിയൊരു വെഡിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ആയിട്ട്. വസന്തത്തേക്കാണ് പോയത്. ആദ്യം തന്നെ നമ്മൾ വിഷ്ണുവേട്ടൻ്റെ അമ്മയ്ക്കാണ് സാരി സെലക്ട് ചെയ്തത്. അമ്മ സാരിയൊക്കെ കൊടുക്കും. വിഷ്ണുവേട്ടൻ്റെ അമ്മയ്ക്ക് 1-2 സാരികളൊക്കെ നോക്കും. 1-2 സാരികളല്ല, അവിടെയുള്ള ഒട്ടുമിക്ക സാരികൾ ഞാൻ വലിച്ചെടുപ്പിച്ചിട്ടുണ്ടായി. പിന്നെ എൻ്റെ അമ്മ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ അമ്മയ്ക്ക് സാരി നേരെ ഉടുക്കാൻ അറിയില്ല. പിന്നെ വല്ല കല്യാണങ്ങളൊക്കെ ഞാൻ ഉടുപ്പിച്ച് കൊടുക്കണം സാരി വേണമെങ്കിൽ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചുരിദാർ ബിറ്റൊക്കെ എടുത്തത്. അപ്പോൾ അതൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഏട്ടൻ്റെ കുട്ടികൾക്കൊക്കെ എടുത്തു. കുഞ്ഞാറ്റ പൂമ്പാറ്റ 2 പെൺകുട്ടികളാണ്. അവർക്കൊക്കെ നമ്മൾ ഉടുപ്പെടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ വെറുതെ കുറച്ച് സാരികളൊക്കെ ഇങ്ങനെ വലിച്ചടിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കി, കുഴപ്പമില്ലാതെ അവിടെ തന്നെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു പോന്നു. പിന്നെ വിഷ്ണുവേട്ടൻ്റെ അമ്മയ്ക്ക് ഇതായി കയ്യിൽ പിടിച്ച് വെച്ച് നോക്കുന്ന സാരി വിഷ്ണുവേട്ടൻ്റെ അമ്മമ്മയ്ക്ക് എടുത്തായിരുന്നു. പിന്നെ എൻ്റെ അമ്മമ്മയ്ക്കും സാരി എടുത്തായിരുന്നു. പിന്നെ നേരെ നമ്മൾ വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ തയ്യക്കാരന്. അച്ഛന് കുർത്തേ ഇടാറുള്ളൂ. അപ്പോൾ അച്ഛന് ഷർട്ട് പീസല്ല, കുർത്തയ്ക്ക് പീസ് മുറിച്ചെടുക്കണമായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ കുട്ടിക്കെന്ന് വെച്ചാൽ കൂടുതൽ സ്ഥലം കാണുമ്പോൾ ഒരു പൊരിച്ചിലാണ്, ഓടിക്കളിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ആൾ പൊരിഞ്ഞും കൊണ്ടാണ്. പിന്നെ അവൾക്ക് നമ്മൾ ഈ ഡ്രസ്സാണ് എടുത്തത്. അവൾക്ക് ഈ നെറ്റിൻ്റെ ഒരു സാധനം കണ്ടുകൂടാ, കാരണം മുള്ളു കുത്തുകയാണമ്മ പറഞ്ഞിട്ട് ഒരേ തൊള്ളയതല്ലായിരിക്കും. അപ്പോൾ ആൾക്ക് ഈ ട്രൗസറും കുപ്പായവും ഒക്കെ അതിനോടൊക്കെയാണ് താല്പര്യം. ഞങ്ങളിങ്ങനെ പറയും ആൺകുട്ടിയായിട്ട് ജനിക്കേണ്ടായിരുന്നു, കാരണം കയ്യിലിപ്പോൾ മൊത്തം ചെക്കന്മാരുടെയാണ്. പിന്നെ അവൾക്കിത് ഭയങ്കര ഇഷ്ടമായി, കാരണം തുണി നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സൊക്കെ നമുക്ക് കാണിച്ചില്ല, അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കളിക്കുകയായിരുന്നു. പിന്നെ അവസാനം മുകളിലിട്ട് കുപ്പായം തന്നെ ഇടാൻ സമ്മതിച്ചില്ല. ബില്ലൊക്കെ അടച്ച് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി. ആ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഞാൻ കവറിൽ ഒന്നുകൂടെ നോക്കി, അതിലൊരു ടവൽ പോലും വെച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ചോദിച്ച് മേടിച്ചു. ഇതിൽ ചേച്ചി ഒരു ടവലും കൂടെ അല്ലല്ലോ പറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം കേട്ടിട്ടായിരിക്കണേ 2-3 ടവൽ തന്നു. പിന്നെ അതേപോലെ ഒരു പാലയുടെ മിക്സൊക്കെ തന്നായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമുക്ക് വിശന്നായിരുന്നു. അപ്പോൾ ഒരു ബേക്കറി കയറി. അവിടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ബേക്കറി കയറിയിട്ട് ഞങ്ങൾ 2 ഷവർമയൊക്കെ ഓർഡർ ചെയ്തിരിക്കണം. അപ്പോൾ ആൾക്ക് ഐസ്ക്രീം കണ്ടിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഒരേ കരച്ചില്ലായിരുന്നു. അതിൽ ഐസ്ക്രീം മേടിച്ചു. അതിലിപ്പോൾ എനിക്ക് കുറച്ച് താടി എന്ന് പറഞ്ഞതിൻ്റെ ഇതാണ് കാണുന്നത്. ഒരാൾ കയ്യിലൊക്കെ ആക്കി എൻ്റെ വായിൽ വെച്ച് തന്നു. പിന്നെ കഴിഞ്ഞ് ഷവർമയൊക്കെ വന്നു. നമ്മൾ ഷവർമ കണ്ടതിൻ്റെ പുഞ്ചിരിയാണ് എൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു പൈനാപ്പിൾ ജ്യൂസ്. കുടിക്കണതാരാ നോക്കൂ. എന്നിട്ട് എൻ്റെ ജ്യൂസ് പകുതി മുക്കാലും അവൾ തന്നെ കുടിച്ച് തീർത്തത്. വിഷ്ണുവിന് തൊണ്ടവേദന എന്ന് പറഞ്ഞു വിഷ്ണുവിന് ഒരു ചായയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് നേരെ പോന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.